പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചൂടുള്ള ചർച്ചകളുമൊക്കെ കൊഴുക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ ജയസൂര്യൻ സാർ ബിജെപി ആരോപിക്കുന്നത് ഈ വോട്ടർമാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടർ പട്ടിക വോട്ടുകളൊക്കെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ ജനസംഖ്യയിലേതിനേക്കാൾ വോട്ടുകൾ കൂടുതൽ കാണുന്നു, ആളുകൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്നാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ബിജെപി ഉന്നയിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇത് എത്രത്തോളം ശരിയാണ്? നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇലക്ഷനിൽ പരാജയപ്പെടുന്ന പാർട്ടികൾ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നിരുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പൊ കോൺഗ്രസ് തോൽക്കുകയാണ് അല്ലെങ്കിൽ CPM തോൽക്കുകയാണ് എങ്കിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം അവർ പറയും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുണ്ടായിരുന്നു, വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പക്ഷപാതപരമായി പെരുമാറി. ഇതൊക്കെ സാധാരണ പറയുന്നത് ഇലക്ഷനിൽ തോറ്റ പാർട്ടിയുടെ ആരോപണങ്ങളാണ്. എന്നാൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അങ്ങനെയല്ല. ഇലക്ഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ, അത് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇലക്ഷൻ വരിക. ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയുടെ പേരു ചേർക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7-ാം തീയതിയാണ്. ഇന്ന് പേര് ചേർക്കൽ തീരേണ്ട അവസാന ദിവസമായിരുന്നു. എന്നാൽ BJP അടക്കം വളരെ ഗുരുതരമായി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചേർക്കാനുള്ള അവസാന തീയതി 12-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. BJP 31-ാം തീയതി വരെ സമയം വേണം എന്നാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അത് 12-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, വോട്ട് ചേർക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ജാഗ്രതയോടുകൂടി പെരുമാറുന്ന ഒരു സമയമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രത്യേകമായ വോട്ടർ പട്ടികയുണ്ട്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വളരെ കുറഞ്ഞ ഒരു സമയമാണ് സംസ്ഥാനത്ത് കേരളത്തിൽ ക്രമീകരിച്ചിരുന്നത്. അന്ന് തന്നെ BJP ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ലക്ഷക്കണക്കിന് വോട്ടർമാര് പുതുതായിട്ട് ചേരേണ്ടവര്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രായപൂർത്തിയായവര്, സ്ഥലം മാറി വന്നവര്, സ്ഥലം മാറി പോയവര്, മരിച്ചുപോയവര്, ഇവരെയൊക്കെ സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ കേവലം ഒരാഴ്ച സമയം പോരാ എന്ന് BJP പറഞ്ഞിരുന്നു. പക്ഷെ CPM, കോൺഗ്രസ് പാർട്ടികൾ ആ അഭിപ്രായത്തോട് യോജിച്ചിരുന്നില്ല. അതിന്റെ രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ തിടുക്കപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി CPIM അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ നന്നായി ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ട് എങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നതൊക്കെ ഇടതുപക്ഷ യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസ് പാർട്ടിയും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായിട്ടുള്ള തിരിമറി നടത്താൻ ഈ ചുരുങ്ങിയ സമയം ഉപയോഗിച്ചു. ഇപ്പൊ ഞങ്ങൾ വോട്ട് ചേർക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞ് ആ വോട്ട് ചേർക്കാൻ സാധ്യമല്ല എന്ന രീതിയിലുള്ള നിലപാടാണ് ഉദ്യോഗസ്ഥന്മാർ എടുത്തത്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി അയക്കുകയും പലയിടത്തും പ്രത്യക്ഷമായ സമരപരിപാടിയിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ മാത്രമാണ് സത്യസന്ധമായ രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത്. ഇത് ഇടതുപക്ഷവും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു. അവസാനം തെളിവ് സഹിതം ഞങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തുവിടേണ്ടി വന്നു. അതായത് ഒരാൾക്ക് ഒരേ അഡ്രസ്സിൽ 2 വോട്ടുകൾ നിരവധി സ്ഥലത്ത് കണ്ടുപിടിക്കപ്പെട്ടു. അതുപോലെ ഒരേ ആൾക്ക് പല അഡ്രസ്സിൽ പല സ്ഥലങ്ങളിൽ വോട്ട് ചേർത്തിരിക്കുന്നത് കൃത്യമായ രേഖാസഹിതം കണ്ടുപിടിക്കേണ്ടി വന്നു. ഞങ്ങൾ അതെല്ലാം തന്നെ പൊതുജന സമക്ഷം സമർപ്പിക്കുകയും ചെയ്തു. പത്രസമ്മേളനത്തിൽ ഈ വസ്തുതകൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും അപകടകരമായി കണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, ഇലക്ഷൻ കമ്മീഷന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു അട്ടിമറിയാണ് CPIM നടത്തിയത്. അതിതായിരുന്നു, വോട്ടേഴ്സ് ലിസ്റ്റിലെ എണ്ണവും ജനസംഖ്യയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു വാർഡിലെ പൊതുവായ ജനസംഖ്യ, ഒരു പഞ്ചായത്തിലെ പൊതുവായ ജനസംഖ്യ ലഭ്യമാണ്. പക്ഷെ പല പഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ വാർഡുകളിലും നിലവിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ
എന്ന് പറയുമ്പോൾ കയ്യബദ്ധം പറ്റി 2, 3 അല്ലെങ്കിൽ 8, 10 കൂടുതൽ വന്നതല്ല. ജനസംഖ്യയേക്കാൾ കൂടുതൽ, അതായത് ജനസംഖ്യയുടെ ഇരട്ടിയിലധികം വോട്ടർമാർ അവിടെ വന്നു എന്നുള്ള കണക്കു സഹിതം, തെളിവ് സഹിതം ഞങ്ങള് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് നമുക്കറിയാം, ജനസംഖ്യയേക്കാൾ കൂടുതൽ ഒരിക്കലും വോട്ട് വരികയില്ല. കാരണം 18 വയസ്സല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ ജനസംഖ്യയിൽ നിന്ന് ഒഴിവാകണമല്ലോ. അതായത് ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. പക്ഷെ എന്നിട്ട് പോലും ആകെ ജനസംഖ്യയുടെ ഇരട്ടിയിലധികമൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നപ്പോൾ അത് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. 4, 5 മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമല്ല BJP ഈ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്. വരാൻ പോകുന്ന ഇലക്ഷനിൽ തെളിവ് സഹിതം ഇതാ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്ന് വസ്തുനിഷ്ഠമായി, ആധികാരികമായി രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് BJP ഇത് ആരോപിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലായ്പ്പോഴും പറയും ഇലക്ഷൻ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു സംവിധാനമാണ്. എന്നാൽ BJP ജയിച്ചു കഴിയുമ്പോൾ പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ആണ്, RSS ആണ്. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ വന്നിട്ടില്ല, ആരും മത്സരിച്ചിട്ടില്ല, തോറ്റിട്ടുമില്ല, ജയിച്ചിട്ടുമില്ല. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ വസ്തുതകൾ പുറത്തു വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ആരാണ് അട്ടിമറിച്ചത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഈ ഭരണകക്ഷിയുടെ കീഴിൽ, CPM-ന്റെ കീഴിൽ, CPM-ന് പിന്തുണ കൊടുക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയുടെ മേൽനോട്ടത്തിലൊന്നും സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആശങ്കയാണ് വളരെ വസ്തുനിഷ്ഠമായ തെളിവുകൾ സഹിതം BJP മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2.25 ലക്ഷത്തിലധികം, കൃത്യമായി പറഞ്ഞാൽ 2,76,799 വോട്ടുകൾ അധികമായി ചേർത്തിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. തെളിവ് സഹിതമാണ്, നമ്പർ സഹിതം ഞങ്ങൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുകയും തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം എന്നാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്ത്യയിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വമ്പൻ അട്ടിമറിയാണ് കേരളത്തിൽ ഇപ്പോൾ CPM നടത്തിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിനെ പോലും കടത്തിവെട്ടിക്കൊണ്ട് അങ്ങേയറ്റം നിരുത്തരവാദപരമായ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇപ്പോൾ ചെയ്തത്. അതിന്റെ കാരണം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് CPM-ന് ഒരിക്കലും അനുകൂലമല്ല. കാരണം അത്രമാത്രം ജനരോഷം നിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന് തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചികയാണ്. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിപറ്റിയാൽ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കുതിച്ച് കയറും എന്ന് CPM-ന് അറിയാം. അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അട്ടിമറിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് അതിന് മൗന അനുവാദം കൊടുത്തിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിന്റെ ആ ഒരു വസ്തുതയാണ് തെളിവ് സഹിതം, കൃത്യമായ കണക്കുകൾ സഹിതം, വ്യക്തമായ രേഖകൾ സഹിതം BJP ഇപ്പോൾ പൊളിച്ച് കാണിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.